RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 48 ടീമുകളെ കൊണ്ട് നിറഞ്ഞ 104 മത്സരങ്ങളുള്ള 12 ഗ്രൂപ്പുകളായിട്ട് 4 ടീമുകളുള്ള 12 ഗ്രൂപ്പുകളായിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് 32 ടീമുകൾ ഒന്നാം സ്ഥാനക്കാരും രണ്ടാം സ്ഥാനക്കാരായിട്ട് യോഗ്യത നേടുന്നു. അതിന്റെ കൂടെ തന്നെ ഏറ്റവും ടോപ്പിലുള്ള തേർഡ് പ്ലേസിലുള്ള 8 ടീമുകളും ചേർന്ന് റൗണ്ട് ഓഫ് 32 നടക്കുന്നു. അതിനുശേഷം റൗണ്ട് ഓഫ് 16 നടക്കുന്നു, പിന്നെ ക്വാർട്ടർ ഫൈനൽ നടക്കുന്നു, സെമി ഫൈനൽ നടക്കുന്നു, ഫൈനൽ നടക്കുന്നു. ഫൈനലിന് ശേഷം ആ വേൾഡ് കപ്പ് മാമ്പാകത്തിന്റെ ആ ട്രോഫി ചുംബിക്കാനുള്ള അവസരം ഏത് ടീമിനായിരിക്കും ഉള്ളതെന്ന് കാത്തിരുന്ന് കാണാൻ നമുക്ക്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ, ഓരോ ഫ്രാൻസുകാരും അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും സ്പെയിനിന്റെയും ജർമ്മനിയുടെയും ഇംഗ്ലണ്ടിന്റെയും എല്ലാ ഫാൻസുകാരും ഞങ്ങൾ കപ്പടിക്കും എന്നിട്ട് ഫാൻ ഫൈറ്റുകൾ ഇനി തുടങ്ങുകയാണ്. ഇനി ഫാൻ ഫൈറ്റുകളുടെ ദിവസമാണ്. ഇനി കറക്റ്റ് പറഞ്ഞാൽ 187 ദിവസം, 186 ദിവസങ്ങളാണ് ഇന്നത്തോടുകൂടി കഴിഞ്ഞാൽ. അപ്പോ ഇങ്ങനെ പറയുന്നതിനേക്കാൾ 186 എന്ന് പറയുമ്പോൾ ഒരുപാട് ദിവസം എന്ന് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് മാസങ്ങൾ എന്ന് പറയാം, അതല്ലേ കുറച്ചുകൂടെ കേൾക്കാനൊരു സുഖം. അപ്പൊ എന്തായാലും ഓരോ ടീമിന്റെ ഫാൻസുകാരും ഇപ്പൊ തന്നെ മുറവിളികൾ തുടങ്ങിയിരിക്കുകയാണ് കമന്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഇന്നത്തെ ലൈവിൽ ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് പേര് അവരുടെ രാജ്യത്തിന്റെ ഫ്ലാഗും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബ്രസീലുകാരും പോർച്ചുഗലുകാരും. അതേപോലെ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷം വരാൻ പോകുന്ന പറഞ്ഞാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് പോർച്ചുഗലും അർജന്റീനയും റൗണ്ട് ഓഫ് 32 കടന്ന് 16 കടന്ന് ക്വാർട്ടർ ഫൈനലിൽ എത്തുകയാണെങ്കിൽ അർജന്റീന വിസസ് പോർച്ചുഗൽ മത്സരം വരാണ്ട്, ലയണൽ മെസ്സി വിസസ് ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരം വരാണ്ട് വേൾഡ് ഒന്നായിട്ട് കുലുങ്ങാൻ പോകുന്ന ഒരു മത്സരമായിരിക്കും അത്. സോഷ്യൽ മീഡിയ ഒക്കെ സ്തംഭിക്കും. അതേപോലെ സ്റ്റേഡിയത്തിൽ കരിഞ്ചന്തകൾക്ക് ടിക്കറ്റ് വിറ്റ് ലാഭം ഉണ്ടാക്കും. അതേപോലെ കാണികൾ ഏറ്റവും കൂടുതൽ ഒരു മാമാങ്കം, ഒരു ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഗെയിം ആയിരിക്കും. അത് ഈ വേൾഡ് കപ്പിലെ ഫൈനലിനേക്കാളും വലിയ ഒരു മത്സരമായിരിക്കും ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ വിസസ് ലയണൽ മെസ്സി പോർച്ചുഗൽ വിസസ് അർജന്റീന മത്സരം നടക്കുന്നതിൽ നിന്ന് യാതൊരു സംശയം. ആര് ജയിച്ചു തോറ്റെന്നുള്ള അവിടെ ഒരു പ്രസക്തി ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ലോകത്തിലെ പല റെക്കോർഡുകളും തകർത്തുകൊണ്ടായിരിക്കും ആ ഒരു മത്സരം ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ എല്ലാവരും ഇപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, ആ പോർച്ചുഗൽ വിസസ് അർജന്റീന മത്സരം വരിക. എനിക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് ടീമും ഫൈനലിൽ വരാനുള്ള ഒരു ചാൻസ് ആയിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ടീം ഗ്രൂപ്പ് ഘട്ടങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനത്തിലേക്ക് മൂന്നാം സ്ഥാനത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഫൈനലിൽ എത്താനുള്ള ചാൻസ് ഉള്ളൂ. എങ്ങനെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് രണ്ട് ടീമും പോവുകയാണെങ്കിൽ അവരുടെ ഫോമോ അവരുടെ സ്കോട്ട് ഡെപ്ത് ഒക്കെ നോക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവര് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ വരും. ക്വാർട്ടർ ഫൈനലിൽ അവർ തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഫൈനലിനേക്കാളും വലിയൊരു ഫൈനലായിരിക്കും വേൾഡ് കപ്പിൽ അരങ്ങേറാൻ പോകുന്നത്. അതിൽ ആരാണ് ജയിക്കുന്നത് ചിലപ്പോൾ അവര് വേൾഡ് കപ്പ് തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം ആ ഒരു അസുലഭ മുഹൂർത്തത്തിനായിട്ട്. അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? പറയുമ്പോ തന്നെ ഇങ്ങനെ കുളിര് കോരിയെന്നറിയില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്താ പറഞ്ഞാൽ ഈ രണ്ട് ലെജൻഡുകൾ, ഈ രണ്ട് ചങ്ങായിമാർ, ഈ രണ്ട് ജിന്നുകൾ എന്ന് പറഞ്ഞാല് അത്രയും ഫാൻ ബേസ് ഉള്ള രണ്ട് ആൾക്കാരാണ്. ഇപ്പോഴും ആ ഗോട്ട് ഡിബേറ്റ്, മെസ്സിയാണ് ഗോട്ട് റൊണാൾഡോ ആണ് ഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പല വശങ്ങളും ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും ഫാൻസുകാർ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു ഭാഗത്ത് അർജന്റീന ഫാൻസും മെസ്സിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറുഭാഗത്ത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡിബേറ്റ് ഇവരുടെ ഫുട്ബോൾ ജീവിതത്തിന് ശേഷം, ഇവരുടെ കാലങ്ങൾക്ക് ശേഷവും ചിലപ്പോൾ നിന്നൊന്നും വരില്ല. നമുക്കറിയാം മറഡോണയും പെലെയൊക്കെ എന്ന് പറഞ്ഞാലും അത് ഒരു പരിധി കണക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് അതേപോലെയല്ല ഇവരുടെ പോക്ക്. അതാണ് ഫുട്ബോളിനെ ഇത്രയും സുന്ദരാക്കുന്നത്, ഫുട്ബോളിനെ ഇത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവുന്നതും ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ അവരുടെ അവസാന വേൾഡ് കപ്പാന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. അപ്പൊ നമ്മളുടെയൊക്കെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ കളി തുടക്കം മുതൽ അവരുടെ കരിയറിന്റെ അവസാനം വരെ കാണാൻ പറ്റിയെന്നുള്ള ഒരു കാര്യമാണ്. എന്താ പറയുക, ഇവർ ഒരുപാട് റെക്കോർഡുകൾ, ഒരു സൈഡിൽ ഗോൾ അടിച്ചുകൊണ്ടും ഒരു സൈഡിൽ അസിസ്റ്റ് കൊടുത്തും ഗോൾ അടിച്ചുകൊണ്ടൊക്കെ ഒരുപാട് റെക്കോർഡുകൾ, ഒരുപാട് ട്രോഫികളൊക്കെ ഇട്ടിട്ടുണ്ട്. രാജ്യത്തിന് വേണ്ടിയിട്ടും ക്ലബിന് വേണ്ടിയിട്ടൊക്കെ ഇവർ നേർക്ക് നേര് മുട്ടിയിട്ടുണ്ട്. എൽ ക്ലാസിക്കോകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പോർച്ചുഗൽ വിസസ് അർജന്റീന മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും, ലൈവായിട്ട് കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ നമ്മളൊക്കെ ഒരുപാട് ഭാഗ്യം ചെയ്തവരാണ് അല്ലേ? നമ്മൾ ഇവരുടെ കളിയൊക്കെ തുടക്കം മുതൽ കാണാൻ തുടങ്ങിയ അവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ക്വാർട്ടർ ഫൈനൽ വരികയാണെങ്കിൽ അതെന്തായാലും ലോകത്തെ ഒന്നായിട്ട് കോരി തരിച്ചിരിക്കുന്ന ഒരു കാര്യമില്ല. അത് ഫുട്ബോൾ ഒരുവിധം കാണാത്തവർ വരെ ആ കളി കണ്ടിരിക്കും. എന്താന്ന് പറഞ്ഞാൽ ഫുട്ബോളിന് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്തവർ വരെ ഒന്നില്ലെങ്കിൽ ലയണൽ മെസ്സിയുടെയും അല്ലെങ്കിൽ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് ആയിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു മത്സരം വരികയാണെങ്കിൽ ലോകം നിന്ന് കത്തും.
ഈ എൽ ക്ലാസിക്കോയും അതേപോലെ ഡെർബി ഒന്നും അല്ല ഇത്, അതിന്റെയും എത്രയോ മേലെയായിരിക്കും ഇവർ രണ്ടുപേരുടെയും ആ ഒരു ടീമിന്റെയും പോരാട്ടം എന്ന് പറയുന്നത്. ചിലപ്പോ ടിക്കറ്റുകളൊക്കെ കരിഞ്ചന്തയിൽ ഒരുപാട് റേറ്റിന് 500 രൂപ ടിക്കറ്റ് ചിലപ്പോൾ 10,000-നൊക്കെ വിറ്റ് പോയിന്ന് വരാം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചങ്ങായിമാരുടെ ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. അതേപോലെ തന്നെ ആ ഒരു ടീം ഇപ്രാവശ്യം എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞ സെമി ഫൈനലിൽ എത്താനുള്ള രണ്ട് ടീമുകൾ തന്നെയാണ്, അർജന്റീനയും അതേപോലെ തന്നെ പോർച്ചുഗലും. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. അതിനുള്ള സ്കോഡ് ഡെപ്ത് രണ്ട് ടീമിന്റെ കയ്യിലുണ്ട്. പിന്നെ മുന്നിൽ നിന്ന് നയിക്കാൻ രണ്ട് നായകന്മാരും, എന്ന് പറയാനുണ്ടോ? അപ്പൊ എന്തായാലും ആ ഒരു മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ ഞാനും. ഇതിന്റെ താഴെ മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസും അവരുടെ കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റൊണാൾഡോ ആണെങ്കിൽ റൊണാൾഡോ ഫാൻസ് ആണെങ്കിൽ റൊണാൾഡോ എന്ന് കമന്റ് ചെയ്യുക, മെസ്സി ഫാൻസ് ആണെങ്കിൽ മെസ്സി ഫാൻസ് എന്ന് കമന്റ് ചെയ്യുന്നതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.